ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത് കൊട്ടിക്കോശിച്ച് പറഞ്ഞു നടക്കുന്നവരോട് അവര് മനുഷ്യരല്ല, അവര് പൈശാചികനാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. പൈശാചിക ചിന്തയായിട്ടുള്ള, കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത്ര ദുരന്തമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്, ഒരു രോഗമാണ്. അതിനെ പറഞ്ഞ് കൊട്ടിക്കോശിച്ച് നടക്കുന്നവരുടെ അടുത്ത് നമ്മൾ എന്താ പറയേണ്ടത്? മനുഷ്യരല്ല അവര്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണുസുതിയായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നത് ക്യാൻസർ രോഗമായി ബന്ധപ്പെട്ടിട്ടാണ്. രേണു പൊതുവെ അങ്ങനെയാണ്, ഓരോ നിമിഷം ഓരോ ടോപ്പിക്കാണ് പോവുക. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ വീഡിയോൻ്റെ ഒരു ചർച്ച കഴിഞ്ഞ്, സബ്സ്ക്രിപ്ഷൻ ലൈവ് ലീക്കിൻ്റെ ഒരു ചർച്ച കഴിഞ്ഞ്, പിന്നെ നേരെ പോയത് ക്യാൻസറിലോട്ടാണ്. ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ചാനലിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഓഡിയോ ഇടുന്നതും പിന്നെ അതല്ല എന്ന് പറയുന്നതും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നത്. എന്നാൽ ജനങ്ങളെല്ലാവരും കൂടെ കയറി രേണുവിന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയതോടുകൂടി രേണുവിന് ഓഫ്കോഴ്സ് ഇതൊരു വിഷയമായി മാറി. പക്ഷേ രേണു ഇന്ന് ഈ നിമിഷം വരെ രേണുവിൻ്റെ രോഗത്തെക്കുറിച്ചിട്ട് എവിടെയും വന്ന് രേണു പറഞ്ഞിട്ടില്ല. രേണു ഒരു സൈലൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. സൈലൻസ്. രേണു നോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല, യെസ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റും ചെയ്യുന്നില്ല. മേ ബി അതിന് രേണുവിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും. പക്ഷേ ഞാൻ ഫസ്റ്റ് തൊട്ടേ ഞാൻ പറഞ്ഞിരുന്നു, ഇഫ് ഇറ്റ്സ് യെസ് വേഗം പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കണ്ടീഷൻ നന്നായി വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഈ യെസ് കാരണമാണ് രേണു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി റീച്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിച്ചതെങ്കിൽ ഇനി അങ്ങോട്ട് രേണു എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ആരോഗ്യപരമായ കണ്ടീഷൻ കൊണ്ടാണ് എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നോയാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു, നോയാണെങ്കിൽ നോ എന്ന് തന്നെ പറയണം. കാരണം ഇതൊരു മാരകമായ രോഗമാണ്. ഒരുപാട് വ്യക്തികൾ കടന്നു പോകുന്ന ഒരു രോഗമാണ്. ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ പേടിക്കുന്ന ഒരു രോഗമാണ്. ആ രോഗം അല്ലാത്തൊരു സിറ്റുവേഷനിൽ ആണ് എന്ന് പറയുന്നൊരു ഫ്രെയിം ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊടുക്കരുത് എന്നുള്ളൊരു സാധനം പറഞ്ഞിരുന്നു. എന്തായാലും അതിനൊരു കൺക്ലൂഷനിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ ഇൻ്റർവ്യൂ വന്ന സ്ഥിതിക്ക് അതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് വിധം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. പറ്റി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നൊരു കാര്യമാണ് കേൾക്കാൻ ഇടയായത്. ശരിക്കും രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ? ഇപ്പം ശരിക്കും ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പം ഇത് പുറത്തു വിട്ടതാരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നെ വിടാതെ 1.5 വർഷമായിട്ട് എന്നെ വിടാതെ പിന്തുടരുന്ന കുറെ യൂട്യൂബേഴ്സ്, നെഗറ്റീവ് ഓളികൾ, എനിക്ക് നെഗറ്റീവ് ഇടുന്ന കുറെ യൂട്യൂബേഴ്സ്. അതിൽ കൂടുതൽ ഞാൻ പറയാനുള്ളത്, എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന, എന്നെ നെഗറ്റീവ് പറഞ്ഞ്, പോസിറ്റീവ് അല്ല ഞാൻ ഉദ്ദേശിച്ചു, പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്, അവരുണ്ടാക്കേണ്ട സന്തോഷം. ഈ നെഗറ്റീവ് പറഞ്ഞ് മാത്രം കാശ് ഉണ്ടാക്കി എന്നെ എൻ്റെ ഫാമിലിയെ വലിച്ച് പിച്ച് ചീന്തി സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ വാങ്ങിത്തരുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ആണ് ഇത് പുറത്തു വിട്ടേക്കുന്നത്. അപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ത് സംഭവിച്ചാലും യൂട്യൂബേഴ്സിൻ്റെ തലയിലാണ് ഗൈസ്, യൂട്യൂബേഴ്സിൻ്റെ തലയിലാണ്. ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർ ആണ് രേണുസുതിയുടെ ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അത് ഞാൻ സമ്മതിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതൊരു ഡിസ്കഷൻ ആയതോടുകൂടി, കമൻറ്റുകളും പൊങ്കാലകളും വന്നതോടുകൂടി, ഇങ്ങനൊരു ഓഡിയോ ചാറ്റ് ലീക്കായതോടുകൂടി ഞങ്ങൾ എല്ലാവരും ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്തു. എൻ്റെ ആദ്യത്തെ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, രേണുസുതി ഇതൊരു ഇല്ലാത്ത അലിഗേഷൻ ആണെങ്കിൽ, ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ 100% നിങ്ങൾ കേസ് പോകണം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ മെഡിക്കൽ ഹോസ്പിറ്റലിനെതിരെ വേണമെങ്കിലും കേസ് കൊടുക്കാം, കാരണം ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടതിന്. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ ഓഡിയോ ആണ് ഇതെങ്കിലും അവരുടെ ജോലി വരെ തെറിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, കേസ് കൊടുക്കണം, ഇതിന് പുറകെ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. രേണു ഇതിനെ പുറകെയും പോയിട്ടില്ല, രേണു ഇത് നോക്കിയിട്ടുമില്ല. രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊരു വിഷയവുമല്ല. അങ്ങനെ ഞാൻ ചെയ്തത് ഈ ഒരു ഓഡിയോയിലേക്കാണ്. രണ്ടാമത് ഞാൻ ചെയ്തത്, രേണുസുതി തന്നെ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ തൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. ഇത് രണ്ടുമല്ലാണ്ട് ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഇൻ്റർവ്യൂ വീഡിയോയും എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ കോണ്ടൻറ്റ് അധിക പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഈ എലക്ഷനും അതിനുശേഷം ഉണ്ടായിരുന്ന പല വിഷയങ്ങളിലോട്ടാണ് തെന്നിപ്പോയിട്ടുള്ളത്. ഇപ്പം ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമ്മളെ പിടിക്കല്ലേ. നെഗറ്റീവ് ഓളികൾ യൂട്യൂബേഴ്സ് എന്നൊരു സാധനമൊന്നുമില്ല. ഒരു വിഷയത്തിന് നല്ല അഭിപ്രായവും മോശം അഭിപ്രായവും ഉണ്ട്. എപ്പോഴും ഇപ്പം ഈ ക്യാൻസർ വിഷയം വന്ന സമയത്ത് രേണുവിനിരുന്ന് ഈ യൂട്യൂബേഴ്സ് മുഴുവൻ കുറ്റം പറഞ്ഞതല്ല, എല്ലാവരും ഒരുപോലെ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം വരാതിരിക്കട്ടെ, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഭേദമാവട്ടെ, ഇത് കേട്ടത് ഒരു ഫേക്ക് ന്യൂസ് ആവട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് ഞങ്ങൾ നെഗറ്റീവ് ഓളികളാവുക?
ഞങ്ങൾ പോസിറ്റീവോളികളല്ലേ ആവേണ്ടത്. അപ്പം എപ്പോഴും ഒരു ത്രാസിൽ കാണാണ്ട് നിൽക്കുക. പിന്നെ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരില്ലേ, ഇപ്പം അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരും ഈ ലോകത്ത് ഉണ്ടാവട്ടെ. അസുഖം തന്നെ നമുക്ക് എന്തായാലും മരിച്ചു എന്ന് വെക്കാം നമുക്ക്. പക്ഷെ ഒരു ക്യാൻസർ പോലത്തെ വലിയൊരു മാരക അസുഖം തന്നെ അതിപ്പം എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാനാണ് വെളിപ്പെടുത്തേണ്ടത്. ഉറപ്പായിട്ടും 100 അല്ല 200 അല്ല 1000% ഞാൻ പറയുന്നു, രേണു ആണ് വെളിപ്പെടുത്തേണ്ടത്. രേണു വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം വിശ്വസിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല രേണു ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ ചിലപ്പോൾ പലർക്കും പല ഓഡിയോകളും ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു പബ്ലിക് സ്പേസിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരാൾ ഇപ്പോൾ കണ്ടാൽ അവർ ചിലപ്പോൾ ഒരു ഫോട്ടോ കൊടുക്കാം, ചിലപ്പോൾ അവർ അവർക്ക് അയച്ചു കൊടുക്കാം. അവർക്ക് അവരുടെ OG അക്കൗണ്ട് തന്നെ അയക്കണമെന്നില്ല, അവർക്കൊരു ഫേക്ക് ഇൻസ്റ്റ ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. ഇതിനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീണ്ടും പറയാണ്, രേണു പറയാത്തിടത്തോളം കാലം നമ്മളാരും ഈ പ്രസ്താവന നടത്താൻ പോകുന്നില്ല. ഇങ്ങനെയുള്ളവർ എൻ്റെ പുറകെ വിടാതെ എൻ്റെ പുറകെ മണത്ത് നടക്കുന്ന കുറേ എണ്ണം. ഞാൻ എവിടെ പോകുന്നു എന്തിനും അങ്ങ് പോവുക, കാർ എടുത്തോണ്ട് പോവുക എൻ്റെ പുറകെ. ഞാൻ അറിഞ്ഞതാണ് ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു. ഇപ്പം നമ്മൾ സ്ത്രീകൾ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ മാസവും ഇല്ല അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ ചെക്ക് ചെയ്യണം, അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഞാനും അതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയതോ എന്തുവാട്ടെ, ഇപ്പം അങ്ങനെ എൻ്റെ പുറകെ നടന്ന് തെളിവുണ്ടാക്കി ഇങ്ങനെ ഈ സത്യവേദം ഇത് ഗൾഫിൽ നിന്നോ ദുബായിൽ നിന്ന് ഇത് ചെയ്തതാണെന്നും ഇതൊക്കെ എന്ത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നറിയോ ഇവർ ഈ പറയുന്നത്. ഒരു ഹോസ്പിറ്റലുകാരുടെയും എത്തിക്സിന് എതിരാണ് ആ ഹോസ്പിറ്റലുകാർ അവിടെ ചെയ്തെങ്കിൽ അത് ചെയ്തത്. ഇവിടെ രേണുസുതി പറയുന്നത് യൂട്യൂബർമാർ രേണുസുതിയുടെ പുറകെ നടക്കുകയാണ് എന്നാണ്. രേണുവിന് അത് ആരാന്നറിയെങ്കിൽ അവരുടെ പേര് വ്യക്തമായി എടുത്തു പറയണം. ഈ വയനാട് മൂലയ്ക്ക് കിടക്കുന്ന ഞാൻ ഒരിക്കലും രേണുവിൻ്റെ പുറകെ വരുന്നില്ല. മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ പോലും എനിക്ക് സമയമല്ല. ഞാൻ ഒരു കണ്ടൻറ്റിൻ്റെയും പുറകെ പോലില്ല. പൊതുവേ പല കണ്ടൻറ്റുകളും എല്ലാവരും ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എടുത്ത കാറ്റഗറി ഓഫ് ആളാണ്. അപ്പോൾ രേണുവിൻ്റെ പുറകെ നടന്ന് രേണു പോകുന്ന സ്ഥലം നോക്കലൊന്നും നമ്മളുടെ പരിപാടിയല്ല. ആൻഡ് ഐ ബിലീവ് ഇന്നേരം വരെ അങ്ങനത്തെ തരത്തിലുള്ള കണ്ടൻറ്റ് വന്നിട്ടില്ല. ഞാൻ നേരത്തെയും രേണുവിനോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ യൂട്യൂബേഴ്സ് എന്ന നിലയിൽ നമ്മളുടെ കോണ്ടൻറ്റുകളോ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളോ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ എന്തെങ്കിലും ടോപ്പിക്കോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഷെയർ ചെയ്ത് തരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിപ്പം എനിക്കും പല ചെറിയ സ്ക്രീൻഷോട്ടുകളും ഓഡിയോസും റെക്കോർഡിങ്സും ഒക്കെ കിട്ടല്ലേ. എനിക്കതൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഒഴിവാക്കി വിടുക. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ പലരും കണ്ട് എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്നതാണെങ്കിലോ യൂട്യൂബേഴ്സ് തന്നെ പുറകെ വരണമെന്നില്ലല്ലോ. ഇനി യൂട്യൂബേഴ്സ് പുറകെ വരികയാണെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ക്യാഷ് എനിക്കറിയില്ല. ഇങ്ങനെ ഈ പുറകെ വന്നിട്ട് ഇപ്പോൾ ഈ കണ്ടൻറ്റൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് സത്യം പറഞ്ഞെങ്കിൽ മനസ്സിലായി. പിന്നെ ഹോസ്പിറ്റലിൻ്റെ എത്തിക്സിനെതിരെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രൂഫ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കിട്ടണം. ഹോസ്പിറ്റലിൽ പറഞ്ഞു എന്നുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണ്. ഇറ്റ്സ് എ ഡി അഡിക്ഷൻ സെൻറ്റർ. അവിടെ ഇപ്പോൾ എൻ്റെ ക്ലയൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഡീറ്റെയിൽസ് ആര് ചോദിച്ചാലും ഞാൻ പറയില്ല. നമ്മളുടെ ഫയൽ പോലും എടുത്ത് കൊടുക്കില്ല. നമുക്ക് അതിൻ്റെതായ പ്രൂഫ് കാര്യങ്ങൾ കിട്ടാണ്ട് അതിൻ്റെതായ എത്തിക്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ രേണു വളരെ സെലിബ്രിറ്റി ഫെയിമിലുള്ള ആളായതുകൊണ്ട് തന്നെ രേണുവിന് അറിയാലോ. രേണു എവിടെ പോയാലും അവിടെ ഓൺലൈൻ മീഡിയക്കാരോ അല്ലെങ്കിൽ രേണുവിനെ പരിചയമുള്ള ആൾക്കാരോ എത്തും. ഇവരാരെങ്കിലുമൊക്കെ രേണുവിൻ്റെ പുറകെ നടന്ന് ഫോട്ടോ എടുത്താൽ തന്നെയും ഇത് ലീക്കാവാം. എന്തുവാട്ടെ, എന്തിപ്പോ ഒരു പനി വന്ന ഒരു രോഗിയുടെ പോലും അനുവാദമില്ലാതെ ഭർത്താവിനോട് പോലും പറയാൻ ഒരു ഡോക്ടർമാർക്കും ഒരു നേഴ്സുമാർക്കും ആർക്കും അധികാരമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പേഴ്സണൽ കാര്യമാണ് രോഗിയുടെ രോഗം. ഇത്രയും വലിയൊരു അസുഖം വന്നാലും വന്നില്ലേ അതിങ്ങനെ പുറത്ത് വിടണമെങ്കിൽ അവരുടെ ഒരു ഇനിയിപ്പോൾ അറിഞ്ഞെന്ന് വെച്ചോ, ഇവരിത് അറിഞ്ഞു എന്തേലും ആട്ടെ, അതിനെ വിറ്റ് കാശാക്കുന്ന ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ അവന്മാരോട് എന്താണ് നമ്മൾ പറയേണ്ടത്? ഇതിനെ വിറ്റ് കാശാക്കിയോ, വ്യൂസ് കയറിയോ, ആ കാശല്ലേ അവര് വിഴുങ്ങേണ്ടത്. ഞാൻ എന്താ പറയണ്ടത്? നിങ്ങൾക്ക് അമ്മയ്ക്കറിയോ ഇത് അറിഞ്ഞിട്ട് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടെ. രേണു ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, രേണുവിൻ്റെ അസുഖത്തെ വിറ്റ് ക്യാഷ് ആക്കിയല്ലോ എന്ന് ചോദിച്ചോട്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രേണുവായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടൻറ്റും ഞാൻ ഇടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും തൻ്റെ അസുഖം
ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തൻ്റെ മക്കളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുകയാണ്. അത് ഈ രീതിയിലാണ് അവർ ചൂസ് ചെയ്തത് എന്ന മാർഗം കണ്ടുകൊണ്ട് ഞാനതങ്ങ് വിടും എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഒരൊറ്റ വേർഡിൽ തീർക്കാവുന്ന സാധനമേ ഉള്ളൂ. ഒറ്റ വേർഡിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ രേണുവിന് ഇഷ്ടമല്ലെങ്കിൽ രേണു പറയണ്ട. രേണുവിൻ്റെ റൈറ്റാണ്, രേണുവിൻ്റെ അവകാശമാണ്, രേണുവിൻ്റെ രോഗം രേണു പറയണോ എന്നുള്ളത്. പക്ഷേ രേണു ഉണ്ട് എന്നൊരു ആൻസറാണ് വരുന്നതെങ്കിൽ രേണുവിന് കിട്ടാൻ പോകുന്ന സപ്പോർട്ട് ഇസ് ലൈക്ക് വേറെ ലെവൽ സപ്പോർട്ടായിരിക്കും രേണുവിന് കിട്ടാൻ പോകുന്നത്. പിന്നെ രേണുവിന് എഗെയിൻസ്റ്റ് ഒരാളും സംസാരിക്കാനും പോകില്ല. കാരണം നമുക്ക് മനസ്സിലാവും അവസ്ഥ, സിറ്റുവേഷൻ, കണ്ടീഷൻ. പക്ഷെ ഇവിടെ രേണു ഒന്നും പറയുന്നില്ല. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു ഇപ്പോൾ ഏതൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. അതിലെന്തോ സാരിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം, ഒരു കിടക്കേൻ്റെ മുകളിലത്തെ ഷൂട്ടും പിന്നെ ഏതൊരു നിലത്ത് കിടന്നുള്ള ഷൂട്ട്, 2-3 ഷൂട്ട് കണ്ടു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സാമഗ്രികളുണ്ടടാ, ഒരുപാടുണ്ട്. ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്തോ? ആരെങ്കിലും എടുത്ത് സംസാരം? ഞാൻ ചെയ്തിട്ടില്ല. ഇനി വേറെ ആരെയും ചെയ്തോ എന്ന് എനിക്കറിയില്ല. ആരും ചെയ്യില്ല, എല്ലാവരും ചെയ്യാൻ മടിക്കും. പക്ഷെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കേണ്ട ഒരു വിഷയത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ കൊണ്ടുപോവുക. എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഓൺലൈൻ മീഡിയക്കാർ വരുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതിന് പകരം വേറെ എന്തൊക്കെയൊക്കെയോ പറയുന്നു. അത് പിന്നെ അന്നൊരു ഡിസ്കഷൻ ആവുന്നു, അന്ന് അതൊരു ചർച്ചയാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയും, എനിക്ക് എൻ്റെ രോഗമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്, എനിക്ക് പറയാൻ താല്പര്യമില്ല, ഐ ഡിഡ് ഡൺ. വിഷയം അവിടെ കഴിഞ്ഞു, ടോപ്പിക് അവിടെ കഴിഞ്ഞു. ബട്ട് ഇൻസ്റ്റഡ് ഇതിങ്ങനെ കൊണ്ടുപോവാണ്. ഇങ്ങനെ എന്തിന്, ആർക്ക്? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണോ? ഇനി പറയാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇഗ്നോർ ചെയ്യും. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇഗ്നോർ ചെയ്യും, റിപ്ലൈ കൊടുക്കരുത്, വിടുക, ഈ ടോപ്പിക്കേ വിടുക. അന്ന് ഇതോടുകൂടി എല്ലാവരും വിട്ടതാ. വീണ്ടും വീണ്ടും വീഡിയോയിൽ പറയുന്നത് നിങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ കാണാത്ത എൻ്റെ വീഡിയോ വന്ന് നിങ്ങളൊക്കെ ഒന്ന് പറ. ഒരു യൂട്യൂബ് വീഡിയോ അറിഞ്ഞിട്ട് ഒരുപാട് നല്ല മനുഷ്യർ അവരെന്നെ വിളിച്ച് സങ്കടത്തോടെ സംസാരിച്ചു. ഞാൻ അവർക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നിനും ഞാൻ പോയില്ല. നമ്മൾ വിഷമിക്കാതെ ഞാൻ ഓക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അതെ, ഇവര് പറഞ്ഞിട്ടല്ല എൻ്റെ ഒരു കാര്യം അറിയേണ്ടത്. എന്തുവാകട്ടെ ഈ വൃത്തികെട്ട സ്ത്രീ തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് മെഡിക്കൽ അലിഗേഷൻസ് ആയിട്ട് ഇവര് പുറത്ത് വന്നിട്ടുണ്ട്. അബോർഷന്റെ കേസ് കേട്ട് വരെ വന്നിട്ടുണ്ട്. ഞാനൊരു യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട്, നമ്മളൊരു മനുഷ്യരാണ്, യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇതും ഫോട്ടോ എടുത്ത് അവർക്ക് കൊടുത്ത് വിറ്റ് ക്യാഷ് ആക്കുന്നവരും എൻ്റെ കൂടെ, എൻ്റെ ചുറ്റിലും ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. എനിക്കൊരു രോഗം വന്നാലും ഇവർക്ക് എന്താണെന്നേ, ഇവര് വിറ്റ് ക്യാഷ് ആക്കിയത് ആ കാശ് തരാമെന്ന് ഞാൻ പറയുന്നുണ്ടോ? പക്ഷെ ഇവർ അന്തസ്സുള്ളവരാണെങ്കിൽ എന്നെ കുറെ പേര് വിറ്റ് ക്യാഷ് ആക്കുന്നുണ്ടല്ലോ, നെഗറ്റീവ് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അസുഖം ഉണ്ടെങ്കിൽ അവര് നേരെ മനസാക്ഷിയുള്ള മനുഷ്യരാണെങ്കിൽ അവര് നേരെ എന്താ വന്ന് പറയേണ്ടത്? രേണു വിറ്റുണ്ടാക്കി കാശാകട്ടോ, രേണുവിന് അസുഖമെന്ന് അറിഞ്ഞു, സത്യമാണോന്ന് അറിയില്ല, ഇത് വെച്ചോ, ഇതല്ലേ പറയേണ്ടത്? അതും കൂടെ എടുത്ത് വലിയ രഹസ്യമാണെന്നോ എന്തോ വലിയ സംഭവം ഓർത്താ ഇതിങ്ങനെ വിറ്റാ ചെയ്യുന്ന ഈ സംഭവം. ഞാൻ ഫോൺ തുറക്കാൻ പറ്റില്ല, ക്യാൻസർ രേണു സുധിക്ക് ക്യാൻസർ, എനിക്കറിയില്ല എന്തുവാന്ന്. എനിക്കിപ്പോ പറയാനുണ്ട്, ഞാൻ മുഖത്ത് നോക്കി എന്റെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കും. അതെ, ഇത്രയും നാള് ക്യാമറയ്ക്ക് മുന്നിൽ വരാതിരുന്ന ആളൊന്നും അല്ലല്ലോ. ഞാൻ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിനകത്ത് അതിന്റെ അടിയിലെ കമന്റ്സ് ആണ് രസകരം. ഇവക്ക് ഇവിടെ ചുമ്മാ. ഈ ഇന്റർവ്യൂവില് പകുതി മുക്കാൽ ഭാഗവും രേണു എന്ന് പറയുന്ന വ്യക്തി ഹൈലൈറ്റ് ചെയ്യുന്നത് ഷെഫീനയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സിയാണ്. ഷെഫീനയ്ക്കുള്ള എന്തൊക്കെയോ മറുപടി കൊടുക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു യൂട്യൂബർ എന്ന നിലയിൽ എന്നെ ബാധിക്കുന്നില്ല. കാരണം ഞാൻ ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്തിടത്തോളം കാര്യം ഈ പറയുന്ന ഈ സാധനങ്ങൾക്കൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അതെന്തായാലും ഷെഫീനയുടെ യൂട്യൂബ് ചാനൽ ഇതുമായി ബന്ധപ്പെട്ട സാധനം വരും. പിന്നെ രേണുവിന് മനസ്സിലായല്ലോ, രേണുവിനെ ഇഷ്ടപ്പെടുന്ന, രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ രേണു എന്ന് പറയുന്ന നിങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥന മനസ്സിലാക്കിയിട്ടെങ്കിലും അവരുടെ കൺസേൺ മനസ്സിലാക്കിയിട്ടെങ്കിലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥയിലോട്ട് പൊയ്ക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അടവ് ഞാൻ ചോദിക്കട്ടെ പ്രേക്ഷകരെ, ഈ നെഗറ്റീവ് കമന്റ് ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ക്യാൻസർ ആണ്? അടവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് ഇവരല്ലേ പറയുന്നത്, ഞാനാണോ പറഞ്ഞത്? ഞാൻ എങ്ങും വന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാൻ ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയും, മുഖത്ത് നോക്കി ഞാൻ പറയും. എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറഞ്ഞിരിക്കും.
ഇത് ഇവര് പറഞ്ഞിട്ടാണോ ഇതെല്ലാം അറിയേണ്ടത്? അങ്ങനെ ആണെങ്കിൽ തന്നെ അതെ, ഒരിക്കലും ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും ഞാൻ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്റെ കൂടെ ഇരുന്ന് ഇവർക്കൊക്കെ സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആർക്കും ഈ അസുഖം, ശത്രുക്കൾക്ക് പോലും. സൈക്കോളജി കുറച്ച് പഠിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലത് മനസ്സിലാവും. ഈ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വന്ന് പറയുന്നില്ല. കാരണം ഈ ഒരു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എനിക്ക് പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ വന്ന് പറയും, അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വന്ന് പറയും. എനിക്ക് പറയേണ്ടതാണെങ്കിൽ ഞാൻ എന്തായാലും പറയും. പറയാണ്ടിരിക്കില്ല ഞാൻ എൻ്റെ വായിൽ കൊണ്ട് പറയും. ഈ ഒരു സാധനം റിപ്പീറ്റ് ഒരു വ്യക്തി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇനി രേണുവിന് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഈ ടോപ്പിക്ക് ഒന്ന് വിടാൻ ശ്രമിക്കൂ. എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മീഡിയക്കാരോ അല്ലെ വേറെ ഏതെങ്കിലും വ്യക്തികളോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഒരു ടോപ്പിക് ആക്കാണ്ട് പകരം അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ, നിർത്തിയാൽ എല്ലാത്തിനും ഇവിടം കൊണ്ടൊരു തീരുമാനമാവും. പകരം അതിങ്ങനെ പോകുമ്പോഴാണ് ഇത് വീണ്ടും ഒരു ചർച്ചയായി മാറുന്നത്, വീണ്ടും ഇതൊരു ഡിസ്കഷനായി മാറുന്നത്. ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ പേര് വെത്തി ഈ ഒരു രോഗം തമ്മിലായി കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനായി മാറുന്നത്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രോഗത്തിന്. ലേറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഭയങ്കര കൂടും. വളരെ ഫാസ്റ്റായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കുക, അതിപ്പോൾ ഏത് കാറ്റഗറി ഓഫ് വ്യക്തികളാണെങ്കിലും. ഇത് വരരുതെന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥന. അതെ ചേച്ചി, ഇതുപോലെ ഈ ഒരു വീഡിയോസ് വന്നപ്പോൾ ഒരു പ്രതികരണത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ വരരുതേ എന്നുള്ളത്. കാരണം അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ക്യാൻസർ. നമുക്കൊക്കെ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇതിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, ഭർത്താവായിരിക്കും, മകൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ട്, അവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. എന്തും ആകട്ടെ അവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. സാധാരണ ഇപ്പം ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ക്യാൻസർ അവളുടെ സന്തോഷമല്ലേ, അവള് തുള്ളട്ടെ, അല്ലെങ്കിൽ അവള് ഡാൻസ് കളിക്കട്ടെ. ഇതങ്ങനല്ല. രേണുസുതിക്ക് ഇതാണ്, അവൾ എന്തിനാണ് പേക്കൂത്ത് കാണിക്കുന്നത്? ഇത് അപ്പൊ രേണുസുതിക്ക് എന്ത് വന്നാലും വന്നില്ലല്ലോ, ഇത് പേക്കൂത്താകുന്നത് എങ്ങനെയാണ്? രേണുസുതി എന്താണ് വ്യത്യസ്തപ്പെടുത്തുന്നത് ഇതിൽ നിന്ന്? ഒരു കാര്യമുണ്ട്, ഇനിയിപ്പൊ അത് വന്നാലും വന്നില്ലേലും ഞാൻ എങ്ങനെയാണോ അതേ ധൈര്യത്തോടെ അതേ മനക്കരത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകും. അതെ, എന്റെ കൂടെ ഇനിയിപ്പം ഉണ്ടേലും ഇല്ലേലും, ക്യാൻസർ ഉണ്ടേലും ഇല്ലേലും, ഞാൻ വീണ്ടും പറയാം, എനിക്ക് അത് ഉണ്ടേലും ഇല്ലേലും എൻ്റെ കൂടെ കുറച്ച് നല്ല ആൾക്കാർ എന്നെ ചേർത്ത് പിടിക്കാൻ ഉള്ളോടത്തോളം കാലം ഞാൻ മുന്നോട്ട് പോകും. ആ കോൺഫിഡൻസ് മതിയല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോ ചേച്ചി പറഞ്ഞു, ഇപ്പൊ ഒരുപാട് പേർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ അയൽവാസികളായാലും ബന്ധുക്കൾക്കും പലർക്കും ഇങ്ങനെ രോഗം വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അവർ എത്രത്തോളം സഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം ഇതുപോലുള്ള അലിഗേഷൻസ് ചേച്ചിക്ക് നേരെ ഇങ്ങനെ ഒരുപാട് വരുമ്പോഴും രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉള്ളൊരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്കുള്ളൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. രേണു ഇതിൽ പറഞ്ഞ ഒരു സാധനം കണ്ടു, രേണുസുതി ചെയ്യുമ്പോഴാണ് ഇതൊരു വിഷയമാവുന്നത്, അല്ലെ രേണുസുതിക്ക് ഇങ്ങനെ ഒരു രോഗം വരുമ്പം രേണുസുതി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കുമ്പോൾ വരെ പേക്കൂത്ത് എന്നൊരു സാധനം പറഞ്ഞു എന്ന രീതിയിലൊക്കെ സാധനം വന്നു. രേണു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, രേണുവിന് ഇഷ്ടപ്പെടുന്ന, രേണു തന്നെ പറഞ്ഞു, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി സോഷ്യൽ മീഡിയയിലുള്ള ഒരു 40%, 60 രേണുവിന് ഇഷ്ടപ്പെട്ടോട്ടെ, 40% ഓഫ് ആൾക്കാർക്കും രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എതിർ അഭിപ്രായമാണുള്ളത്. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി രേണുവിൻ്റെ അടുത്ത് ഹേറ്റ് ഉണ്ട്. ഇപ്പോൾ 100% ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഒരു 40% രേണുവിന് ഇഷ്ടമുള്ള ആൾക്കാർ, ഒരു 20% വെറും നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർ. രേണു തന്നെ പല കമൻറ്റുകളും എടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല, ആ കാറ്റഗറി ഓഫ് ആൾക്കാർ 60 കഴിഞ്ഞു. ബാക്കി 40 രേണുവിൻ്റെ അഭിപ്രായം, രേണു ചെയ്യുന്ന കാര്യങ്ങളോടോ അല്ലെ രേണു പറയുന്ന കാര്യങ്ങളോടോ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള വ്യക്തികൾ. ക്ലിയർ? അപ്പം ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാരിൽ ഈ 20 വിട്ടേക്ക് അവരിങ്ങനെ വായ തോന്നി പറയും, നിനക്ക് എന്താ വരുന്നത്, നിനക്ക് അതാണോ ഇതാണോ എന്ന്. ഈ 40 ഇഷ്ടമുള്ളവർ ചേർന്ന് വെക്കും. ബാക്കി 40 കാറ്റഗറി ഓഫ് ആൾക്കാർ എന്താ പറയുക കരുതുക, ഒരു അസുഖം വന്നാൽ വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കില്ലേ. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്കൊരു റെസ്റ്റ് വേണ്ടേ? അവർ മെഡിസിൻ എടുക്കുന്ന ആളല്ലേ, അവർക്ക് അവരുടേതായ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവില്ലേ? അപ്പോൾ ഇതൊരു ഫേക്ക് അലിഗേഷൻ അല്ലേ? ഈ ഒരു അലിഗേഷൻ വരുന്നത് ഷെഫീനയുടെ ചാനലിലാണെങ്കിലും അത് രേണുവിൻ്റെ ലൈവ് ലീക്ക് ആയതിനു ശേഷമാണ്.
രേണുവിന് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ലൈവ് ലീക്ക് ആവുന്നത്. ലൈവ് ലീക്ക് ആക്കിയതോട് അത്യാവശ്യം നല്ല ഹെയ്റ്റ് വന്നു. ഈ ഹെയ്റ്റ് വന്ന ഈ സമയത്താണ് ഈ രോഗം വന്നു, രോഗത്തിൻ്റെ ഒരു കോൺട്രവേഴ്സി വന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് രോഗത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും രേണുവിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി രേണു ഇട്ടതായിരിക്കില്ല ഈ ഒരു സാധനം എന്നൊരു തോട്ട് വരും. പിന്നെ അസുഖം വരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് കൺസേൺസ് ഒന്നും രേണുവിൽ കുറേ കാറ്റഗറി ഓഫ് ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കരുതും ഇതൊരു ഫേക്ക് സാധനമല്ലേ. ആൻഡ് സെക്കൻഡ് തിങ്, ഇങ്ങനെ ഒരു അസുഖം വരുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഈ രേണു പറയാത്തിടത്തോളം കാലം, രേണു ഈ വിഷയത്തെ ഇങ്ങനെ വെറുതെ ഓൺലൈൻ മീഡിയക്കാരെ മുമ്പിൽ ഇങ്ങനെ വലിച്ചു നീട്ടുന്നിടത്തോളം കാലം എല്ലാവരും കരുതുക ഇതൊരു കോണ്ടന്റ് ആക്കി രേണു എടുക്കുകയാണ്, ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി രേണു എടുക്കുക. കാരണം അതിന് മുമ്പൊക്കെ രേണു ഇങ്ങനെയാണ് പലതും കോണ്ടന്റ് ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം രേണു ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വരുന്നത്. ഓക്കെ, 100% സത്യമാണ്, 10,000% സത്യമാണ്. ഈ ലോകത്ത് കൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും ഈ ലോകത്തുള്ള ഒരു 75% ഓഫ് ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും ഈ ലോകത്ത് ഇത്രത്തോളം പേടിക്കുന്നത്, ഭയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു സിംറ്റംസോ ഒരു ലൈക്ക് വീക്കായിട്ടുള്ള കണ്ടീഷനോ രേണുവിൻ്റെ സൈഡിൽ നിന്ന് കാണാണ്ടാവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആൾക്കാർ കരുതും ഇതൊരു ഇല്ലാത്തൊരു അലിഗേഷൻ ആണ് എന്നുള്ളത്. എന്തായാലും ഈ ഇൻ്റർവ്യൂ ഇനി അങ്ങോട്ടൊരു 14-15 മിനിറ്റ് ആണുള്ളത്. ഇതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗങ്ങളിലും രേണു ഈ രീതിയിലാണ് ഈ വിഷയത്തെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോഴും രേണു ഇതിനൊരു സാധനം പറഞ്ഞിട്ടില്ല. അപ്പം ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം, രേണുവിന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക, പറയാൻ ആഗ്രഹമില്ലെങ്കിൽ പറയണ്ട. ബട്ട് അറ്റ് ദ ബേസിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, സ്വന്തം ഹെൽത്ത് നല്ല അടിപൊളിയായിട്ട് വെക്കുക. ഈ ഓൺലൈൻ മീഡിയക്കാർ വന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പം ഇനി പറയാണ്ടിരിക്കുക. രേണുവിന് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ പല കാര്യങ്ങൾ കിച്ചുവിൻ്റെ വിഷയം ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് പറയണ്ട എന്ന് പറയുന്നതിന് പകരം ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്കിത് പറയാൻ ആഗ്രഹമില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.